എനിക്ക് പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടാ. പോകുന്നുണ്ട്. അത് പറഞ്ഞില്ലല്ലോ. എന്താണ്? ഈ 2 ആഴ്ചക്കുള്ളിൽ പോകും. അത് ശരി. അപ്പൊ ഇതാണോ ഉദ്ദേശം? ഇതല്ല ഉദ്ദേശം. കൊറേ കാലം ഇങ്ങനെ പുറത്തു പോകണം, ഇങ്ങനെ ആഗ്രഹമുണ്ട്. പഠിക്കാനോ അല്ലെങ്കിൽ ഫിറ്റ്നസ് പരമായിട്ട്. എനിക്ക് ഫുഡ്, ഞാൻ പറഞ്ഞല്ലോ, ഫുഡിനെ പറ്റി പഠിക്കാൻ. അപ്പൊ അവിടെ പോകുന്നുണ്ട്. പോയിട്ട് ആരെയും കണ്ടുപിടിക്കാൻ. എങ്ങനെ പോകുന്നു? ഒറ്റയ്ക്ക് പോകുന്നു അതോ? ഞാൻ ഒറ്റയ്ക്കാ പോകുന്നത്. ഞാനൊരു A സർട്ടിഫിക്കേഷൻ ചെയ്തു. അപ്പം അമേരിക്കൻ കൗൺസിൽ ഓഫ് എക്സൈസ്. അപ്പൊ അതുകൊണ്ട് അത് ഭയങ്കര വാലിഡ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഓൺ ബേസിസ് ഓഫ് ദാറ്റ് സർട്ടിഫിക്കറ്റ് യു ആർ ഗെറ്റിംഗ് ഫ്രീ എയർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഫെസിലിറ്റി, ഓൾ ഫെസിലിറ്റീസ് ഇൻ UK ഓർ? അല്ല, ഞാൻ എൻ്റെ എക്സ്പെൻസ് തന്നെയാണ് പോകുന്നത്. പക്ഷെ അങ്ങനെ പോണെങ്കിൽ കുറച്ച് വിസ കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്കിന് വേണ്ടി പോകുമ്പോൾ. അപ്പൊ അതിന്റെ കുറച്ച് പ്രോസസ്സിലായിരുന്നു. എന്റെ ഭാഗ്യം അതെല്ലാം കിട്ടി. അപ്പൊ അവിടെ അക്കോമഡേഷൻ? അവിടെ എനിക്ക് പരിചയമുള്ള അവിടുത്തെ സിറ്റിസൺസ് ഉണ്ട്. അപ്പം അവരുടെ റിക്വസ്റ്റിലാണ് ഞാൻ പോകുന്നത്. അപ്പൊ അവർ അക്കോമഡേഷൻ തരും. അതെ. എത്ര ദിവസത്തേക്ക്? 2 monthsലോട്ടാണ്. 2 മാസം. ഓ, വെരി ഗുഡ്. അപ്പൊ അവിടെ ചെന്ന് എന്ത് ചെയ്യും? അവിടെ പോയി എനിക്ക് പഠിക്കേണ്ട കോഴ്സ്, ഇപ്പൊ വിസിറ്റിങ്ങിനാണ് പോകുന്നത്. അപ്പൊ എനിക്ക് അവിടെയുള്ള യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ പോയാൽ എനിക്ക് അവിടെ സ്റ്റഡി വിസ കിട്ടും. അപ്പൊ അങ്ങനെ അവിടെ നിൽക്കാനാണ്. 2 മാസം ഒന്ന് പോയി നോക്കട്ടെ. നല്ല സ്ഥലമാണ്. ഞാൻ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. നേരത്തെ പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെ ദുബായ് മാത്രമേ പോയിട്ടുള്ളൂ. ദുബായ് അടുത്ത്. അപ്പൊ നാളെ ആരാ വരുന്നേ? അമ്മയാണോ അച്ഛനാണോ? അമ്മ. അമ്മയുടെ പേരെന്താണ്? ഷർമിള. അമ്മയും ഇതൊക്കെ ഉണ്ടോ കളരി? അമ്മ ഇല്ല, പക്ഷെ ഭയങ്കര സപ്പോർട്ടാണ്. അമ്മയും അച്ഛനും ആക്റ്റീവാണ്. അപ്പൊ അതുകൊണ്ട് ഞാനും. ഏതെങ്കിലും പയ്യന്മാർ വന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും പ്രണയ അഭ്യർത്ഥനയായിട്ട് വന്നപ്പോഴത്തേക്ക് ഈ ഐറ്റംസ് വല്ലതും എടുത്തിട്ടുണ്ടോ വെളിയിൽ? ഇല്ല, ഇതുവരെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല. എല്ലാവർക്കും അറിയാം, നാട്ടിലാണെങ്കിൽ ആരും കളരിയാണ്, ബോക്സിംഗ് ആണ്. അപ്പൊ ആരും അടുക്കില്ല. ഇല്ല, അങ്ങനത്തെ ബോക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അതിന്റെ ഒരു ബേസിക്? എന്താണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നതാണ്? അതെങ്ങനെയാ അതിന്റെ പൊസിഷനിങ്? ഇതാണ്. ഇല്ല, ഗാർഡ് ഉണ്ട്, ഇവിടെ ഉണ്ട്. അയ്യോ, എന്റെ കോച്ച് കാണണ്ട, എന്നെ പഠിപ്പിച്ചെന്നെ. എനിക്ക് പഠിപ്പിച്ചതാ. അതെ, ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ എന്തിനാ നിൽക്കുന്നത്? ഇതെന്തിനാ വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് കുത്തിട്ടുമല്ലോ. കുത്തിട്ടല്ലോ. എവിടെ? മുഖത്ത് കിട്ടും. മോന്തയ്ക്ക്. അപ്പൊ അത് കിട്ടാനൊക്കെ തടുക്കാൻ വേണ്ടിട്ടുള്ളതാ. നമ്മളെ ശ്രദ്ധിക്കണല്ലോ, നമുക്ക് മുഖം ആവശ്യമില്ലേ. ഓ, അപ്പൊ ഇങ്ങനെ എപ്പോഴും വെച്ചോണം? അതെ, എപ്പോഴും വെക്കണം. പക്ഷെ അതിന്റെ കൂടെ പഞ്ചും ചെയ്യണം. അപ്പൊ അതെങ്ങനെ ആയിരിക്കും? അത് ഇപ്പൊ ഒരാൾ നമ്മളെ ഇവിടെ മാത്രമേ ഉള്ളൂ മർമ്മം? അല്ല, ഫേസിലുണ്ട്, വയറിലുണ്ട്, റിപ്സിലുണ്ട്. ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന ഇവിടെ കുത്തിയാലോ? കുത്തും. അതൊക്കെ ഫുൾ നമുക്ക് അതിന്റെ ടെക്നിക്സ് ഉണ്ട് പഠിക്കാനുള്ള. അതാ ഞാൻ ചോദിച്ചത്. അത് പ്രാക്ടീസ്. ഒരുത്തം പുറത്തുനിന്ന് കുത്തിയാലോ? പുറത്തില്ല, അത് ഫൗളാ. ഓടി കിടന്നൊരു അടി കൂടുമ്പോഴത്തേക്ക് എവിടെ ഫൗള് നോക്കുന്നത്? ബോക്സിങ് ഫൗളുണ്ട്. അത് നമുക്ക് അവിടെ ഫൗളില്ല. ഒരാൾ ആക്രമിക്കാൻ വരുമ്പോഴത്തേക്ക് എന്ത് ഫൗളാണ്? എന്നെ ഇവിടെ കുത്താവൂന്ന് പറയൂ. ഓ, അങ്ങനെ ബോക്സിങ് ഞാൻ ഉദ്ദേശിച്ച ശരിക്കും നമ്മള് ബോക്സിങ് അങ്ങനല്ല. ഒരാള് ഇങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും ആദ്യം? ഓക്കെ, അതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ആദ്യം ചെയ്യാൻ തോന്നുന്നത്? നമ്മള് മൈൻഡ് പോലെ ഇരിക്കും. ചിലപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും. പിന്നെ മർമ്മസ്ഥാനങ്ങള്. മർമ്മസ്ഥാനം ഏതൊക്കെയാണ് അറിയാവുന്നത്? ഞാനിതിന് പ്രയോഗിച്ചിട്ടില്ല. പക്ഷേ എന്നാലും നമ്മളിവിടെ ചെവിയില്ലേ, ചെവി കൂട്ടിയടിച്ച ഇക്വിലിബ്രിയം പോവും. അതായത് അപ്പൊ അയാള് നിന്ന് തരണ്ടേ? അത് നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും. കിട്ടുന്ന സമയത്ത് അടിക്കാം. ഭാഗ്യം പോലെ. അതാണ് ഏറ്റവും നല്ല വഴി. ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അഭിരാമി കണ്ടം വഴി ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇത് കളരിയൊന്നും എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷെ അടിക്കാനുള്ള മൈൻഡും വരണമെന്നില്ല. ഇപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുത്തിന് അടിക്കാൻ വന്നു കഴിഞ്ഞാൽ 2 ചെവിയും കൂടെ ഒരുമിച്ച് എങ്ങനെ കിട്ടും? ഒരു ചെവിയിൽ. ശരി, ഓക്കെ, 2 ചെവി. അടുത്ത പിന്നെ ഏത് മർമ്മോ? പിന്നെ ഇവിടെ ഉണ്ട് ഈ കോളർ ബോണ്ട് നടുക്കില്ലേ, കുഴി. അവന് വേറെ എന്തെങ്കിലും ഇരുമ്പ് പോലത്തെ എന്തെങ്കിലും സാധനം വെച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ലല്ലോ. പിന്നെ മൂന്നാമത്തേത് ഉണ്ട്, വാരി. ഇവിടെ ഒക്കെ ഉണ്ട്. വാരിയല്ല, അതൊന്നും കിട്ടില്ല. കടിച്ചിട്ടെങ്കിലും ഓടി രക്ഷപ്പെടാം. മിക്കവാറും അഭിരാമി കടിയേ നടക്കും. അവസാനം തടവ് നെഗൊക്കെ ഉണ്ടാവില്ല, നെയിൽസ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ പ്രയോഗിക്കാം പെൺകുട്ടികൾക്ക്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അഭിരാമിയുടെ അടുത്ത് അങ്ങനെ കളിച്ച് ഓടാനൊന്നും പറ്റത്തില്ല. അടിച്ച് റെഡിയാക്കി റൊട്ടിയാക്കി വിടും അല്ലേ? സാഹചര്യം കിട്ടിയാൽ. പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് നമ്മുടെ സാന്ത്വനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, സംഗീതം. അഭിരാമി പാടിയേ പറ്റും. വേണം. പാട്ട് ചെറുപ്പത്തിൽ അച്ഛൻ കൊണ്ടാക്കുവേ, പക്ഷെ ഞാനിത് പഠിക്കാൻ പോയിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അച്ഛൻ പാട്ട് പാടും. പിന്നെ ഓളും പാടും. ഞാൻ ശ്രമിക്കാം. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നുണ്ട്. കോഴിക്കോടിന് പറ്റിയിട്ടുള്ള പാട്ടനാ. സൂപ്പർ.
അറിയില്ല കേട്ടോ, ശരിയാവുന്നില്ല. ആരെ മുന്നിലാ ഇരിക്കുന്നേ? മുന്നിലാ, അങ്ങനെ ഒന്നും നോക്ക, ഇത് ഞാനല്ല. കൽവിലെ തേനൊഴുകണ കോഴിക്കോട്, കടലമ്മ മുത്തണ കര കോഴിക്കോട്. കൽവിലെ തേനൊഴുകണ കോഴിക്കോട്, കടലമ്മ മുത്തണ കര കോഴിക്കോട്. അലുവ മനസ്സുള്ളൊരീ കോഴിക്കോട്, വീണെ കണ്ടോളി ചിങ്ങായി നമ്മളെ കോഴിക്കോട്. കായ വറുത്തു തരാലോ, കറുമുറ വയറ് നിറച്ചു കഴിച്ചോ. ദം ബിരിയാണി കഴിച്ച പിന്നെ സംഗതി നല്ല ഉസാറ്. കൽവിലെ തേനൊഴുകണ കോഴിക്കോട്. കൊള്ളാം കൊള്ളാം. കോഴിക്കോട് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് സംഗീതജ്ഞരുണ്ട്, ഒരുപാട് ഭക്ഷണമുണ്ട്, ഒരുപാട് നന്മയുള്ള മനസ്സുകളുള്ള വ്യക്തികളുണ്ട്. ഒരു പ്രസ്ഥാനമാണ് കോഴിക്കോട്, അല്ലേ? സത്യം.